ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CACP ആസ്പിരൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 2 ആണ്. അപ്പോൾ നമ്മളിതിന് മുമ്പ് ഒരു PYQ സീരീസാണ് നമ്മൾ തുടങ്ങി വെച്ചിരുന്നത്. അപ്പോൾ ആ PYQ സീരീസിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസാണ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യനാണ് ലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. 1960/2020 എന്ന ചോദ്യപേപ്പർ കോഡിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് എപ്പോഴും ഈ ക്ലാസ്സും നമ്മൾ കണ്ടക്ട് ചെയ്യണത്. അപ്പോൾ 11ാമത്തെ ചോദ്യം, ഇലക്ഷൻ ഫീസ് ടു ബി റെമിറ്റഡ് ബൈ എ ഫെഡറൽ സൊസൈറ്റി അറ്റ് ദ ടൈം ഓഫ് എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഈസ്. ചോദ്യം ഒന്നുകൂടി പറയാം. എലക്ഷൻ ഫീസ് ടു ബി റെമിറ്റഡ് ബൈ എ ഫെഡറൽ സൊസൈറ്റി, റെമിറ്റ് ചെയ്യുന്ന എലക്ഷൻ ഫീസ് അറ്റ് ദ ടൈം ഓഫ് എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി. മാനേജിംഗ് കമ്മിറ്റിയുടെ എലക്ഷൻ്റെ സമയത്ത് ഫെഡറൽ സൊസൈറ്റി എത്രയാണ് അടയ്ക്കുക എന്നാണ്, എലക്ഷൻ ഫീസായിട്ട് അടയ്ക്കുക എന്നാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂള് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. റൂളിലാണ് നമ്മുടെ ഈ ഫീസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. റൂള് 35E കേട്ടോ. റൂള് 35E പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഈ ഫീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇലക്ഷൻ ഫീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. റൂള് 35E കേട്ടോ. അപ്പോൾ റൂൾ 35E പറയുന്നത് അപ്പെക്സ് സൊസൈറ്റി 5000 രൂപ അടയ്ക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പെക്സ് സൊസൈറ്റി 5000 രൂപ അടയ്ക്കണം. സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റി 3000 അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെൻട്രൽ സൊസൈറ്റി ഓർ ഫെഡറൽ സൊസൈറ്റി ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാവും ഉത്തരമായിട്ട് വരിക? 3000 ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. എലക്ഷൻ ഫീസ് ടു ബി റെമിറ്റഡ് ബൈ ഫെഡറൽ സൊസൈറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫെഡറൽ സൊസൈറ്റി എത്രയാണ് അടയ്ക്കേണ്ടത്? 3000 ഫെഡറൽ സൊസൈറ്റി അടയ്ക്കേണ്ടത്. നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഫെഡറൽ സൊസൈറ്റി അടയ്ക്കേണ്ടത് 3000. പിന്നെ അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ 5000 അടയ്ക്കണം. സെൻട്രൽ ആൻഡ് ഫെഡറൽ ആണെങ്കിൽ 3000 അടയ്ക്കണം. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ് ആണെങ്കിൽ 2000 കേട്ടോ. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ് ആണെങ്കിൽ 2000. അതർ സൊസൈറ്റീസിനൊക്കെ 1000 പറഞ്ഞിട്ടുള്ളത്. അതർ സൊസൈറ്റീസിനൊക്കെ 1000 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പെക്സ് സൊസൈറ്റി 5000, സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റി 3000, ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ് 2000, അതർ സൊസൈറ്റീസ് 1000. 35E റൂൾ 35E പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് എലക്ഷൻ ഫീസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് എലക്ഷൻ ഫീസ് കൊടുക്കണ്ടെന്നുള്ള എക്സംഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് വിച്ച് ഓൾ ഓർ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ്, എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസും, അതായത് മെമ്പേഴ്സ് മെജോറിറ്റി ഉള്ള, ബിലോങ്ങിങ് ടു SC/ST ഉള്ള പ്രൈമറി സൊസൈറ്റീസ്. പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റീസ് ഓർഗനൈസ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ എക്സംപ്റ്റഡ് ആണ്. പിന്നെ ഓൾ സ്കൂൾ സൊസൈറ്റീസ് എക്സംപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ എനി സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് എലക്ഷൻ, ഫസ്റ്റത്തെ എലക്ഷനും എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനി സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് എലക്ഷനും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 3 കേസും ആലോചിക്കണം. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എങ്ങനെയുള്ള? ബിലോങ്ങിങ് ടു SC/ST, പിന്നെ അതേപോലെ തന്നെ ബിലോങ്ങിങ് ടു ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസിൻ്റെയും വെൽഫെയർ ഓഫ് ദ ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസ് എക്സംപ്റ്റഡ് ആണ്. ഓൾ സ്കൂൾ സൊസൈറ്റീസും പിന്നെ എനി സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് എലക്ഷനുമാണ് എക്സംപ്റ്റഡ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആസ് പെർ റൂൾ 15 ഓഫ് ദ KCS റൂൾസ് 1969 ടെക്സ് ഫെഡ് ഈസ് കം അണ്ടർ. ടെക്സ് ഫെഡ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൂൾ 15 നമ്മൾ വിശദമായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. റൂൾ 15 എന്തായാലും ചോദ്യങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഈ റൂൾ 15 ഫുള്ള് നമ്മൾ പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രോസസ്സിംഗ് സൊസൈറ്റി, അതായത് 2A വരുന്നുണ്ട്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. 2B പ്രോസസ്സിംഗ് ഉണ്ട്. 2C അഗ്രോ ഇൻഡസ്ട്രിയൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2A മാർക്കറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. 2A മാർക്കറ്റിംഗ്, 2B പ്രോസസ്സിങ്, 2C അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ 2Bയിൽ ആണ് പറഞ്ഞിട്ടുള്ളത് എന്ത്? ടെക്സ് ഫെഡ് വരുന്നത് 2Bയിലാണ്, 2B പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ പ്രോസസ്സിങ്ങിൻ്റെ അപ്പെക്സ് എന്ന് അറിയപ്പെടുന്നത് KRFED ആണ് കേട്ടോ. പ്രോസസ്സിങ് സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് ലെവലിൽ നിൽക്കുന്നത് KRFED ആണ്. പിന്നെ 3 തരമുണ്ട്: അഗ്രികൾച്ചറൽ പ്രോസസ്സിങ്ങും, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്ങും, അതർ പ്രോസസ്സിങ്ങും.
എങ്ങനെയാണ് വർഗീകരിച്ചിരിക്കുന്നത്? പ്രോസസ്സിംഗ് സൊസൈറ്റിയിൽ അപ്പെക്സ് കൊടുത്തിട്ടുള്ളത് കേരള കർഷക സഹകരണ ഫെഡറേഷൻ, അതായത് കേരഫെഡ്. അത് കഴിഞ്ഞ് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, അതർ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, ഇങ്ങനെ 3 തട്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഈ അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസിൽ അപ്പെക്സ് ആണ് എന്ത്? അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് അപ്പെക്സ് ആണ് ആര്? കേരഫെഡ് കേട്ടോ. അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസിൻ്റെയാണ് അപ്പെക്സ് ആണ് കേരഫെഡ്. അതിൻ്റെ പ്രൈമറി ആയിട്ട് വരുന്നത് പിന്നെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഉണ്ടാക്കുന്ന, അതായത് ഷുഗർ ഫാക്ടറീസ്, ടീ ഫാക്ടറീസ്, ടാപ്പിയോക്ക പ്രോസസ്സിങ് യൂണിറ്റ്സ്, ഓയിൽ കൃഷി, അങ്ങനെ കുറേ വരുന്നുണ്ട്. അവർ നേരിട്ട് അപ്പെക്സ് ഒന്നുമല്ല, അവർ നേരിട്ട് കേരഫെഡിന് റിപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. പക്ഷേ കേരഫെഡ് അവർക്ക് പലതരത്തിലുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രൈമറി ലെവലിലാണ് അവർ വർക്ക് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അതിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്ങിൽ വരുന്ന അപ്പെക്സ് ടെക്സ്ഫെഡ് ആണ് കേട്ടോ. അതായത് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്ങിൽ അപ്പെക്സ് ലെവലിൽ നിൽക്കുന്നത് ടെക്സ്ഫെഡും കാപ്പെക്സും സെറിഫെഡുമാണ്. 3 എണ്ണമാണ് ആ തട്ടിൽ നിൽക്കുന്നത്, അപ്പെക്സ് ലെവലിൽ നിൽക്കുന്നത്. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്ങിൽ, അതായത് അഗ്രികൾച്ചർ പ്രോസസ്സിങ്ങിൽ ആകെ ഒന്ന് മാത്രമേ അപ്പെക്സിൽ നിൽക്കുന്നുള്ളൂ, കേരഫെഡ് മാത്രം. പിന്നെ അതിൻ്റെ താഴെ കുഞ്ഞു കുഞ്ഞ് കാർഷിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട സൊസൈറ്റീസ്, കുഞ്ഞു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് വെച്ചിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കുഞ്ഞു സൊസൈറ്റീസ് വരുന്നു. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്ങിലേക്ക് വരുമ്പോൾ 3 സ്ഥാപനങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത് അപ്പെക്സ് ലെവലിൽ. ഒന്ന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ, അതായത് ടെക്സ്ഫെഡ്. പിന്നെ വരുന്നത് കാപ്പെക്സ്, പിന്നെ വരുന്നത് സെറിഫെഡ്. ഇത് 3. പിന്നെ പ്രൈമറീസ് വരുന്നുണ്ട്. പ്രൈമറിയിൽ വരുന്നത് ഇതൊക്കെ 2 ടയറിലാണ് വർക്ക് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസ് ഉണ്ട്, പിന്നെ അതുപോലെ ഫിഷ് ക്യൂറിങ്, പ്രൈമറി കാഷ്യൂ വർക്കേഴ്സ്, പ്രൈമറി സെറികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇവയൊക്കെ. പിന്നെ അതർ പ്രോസസ്സിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈ അതർ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇതിൽ ഏതിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതർ പ്രോസസ്സിങ് സൊസൈറ്റീസിലാണ് കൊടുക്കുക. പിന്നെ ഇവിടെ ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ശരിക്കും ഫെഡറൽ സ്ട്രക്ചറാണ് പറഞ്ഞത്. അതിലുള്ളതാണ് റെയ്ഡ്കോയും റബ്കോയും കേട്ടോ. റെയ്ഡ്കോയും ഫെഡറൽ സൊസൈറ്റീസാണ്. റീജിയണൽ ആഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ഓഫ് കേരള ലിമിറ്റഡ് എന്നാണ് റെയ്ഡ്കോയുടെ ഫുൾ ഫോം. അതൊരു ഫെഡറൽ സൊസൈറ്റിയാണ്. അപ്പോൾ 2 ഫെഡറൽ സൊസൈറ്റിയാണുള്ളത്. ഒന്ന് റെയ്ഡ്കോ, പിന്നെ കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന റബ്കോ, അതും ഫെഡറലാണ് കേട്ടോ. പിന്നെ പ്രൈമറി ഉണ്ട്, അതിന് പ്രൈമറി ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എന്ന് തന്നെ അറിയപ്പെടുന്ന പ്രൈമറീസ് ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ വർഗീകരണങ്ങൾ ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് കൊടുത്തിട്ടുള്ള കാരണമാണ് നമ്മൾ പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പോയി കാണുക, വൃത്തിക്ക് പഠിച്ചു വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഈ റൂൾ 15 ഇത്രയാണ് വരുന്നത്. അഗ്രികൾച്ചറിലെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടോ. ടെക്സ്ഫെഡ് വരുന്നത് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്ങിലാണ്. ടെക്സ്ഫെഡിൻ്റെ കൂടെ ഉള്ളത് ആരാണ്? കാപ്പെക്സും സെറിഫെഡും ഒരേ രീതിയിൽ. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്ങിൻ്റെ അപ്പെക്സിൽ 3 സ്ഥാപനങ്ങൾ നിൽക്കുന്നുണ്ട്: ടെക്സ്ഫെഡ്, കാപ്പെക്സ്, സെറിഫെഡ്. അത് ഓർത്ത് വയ്ക്കുക. അഗ്രികൾച്ചർ പ്രോസസ്സിങ്ങിൽ ഒറ്റ അപ്പെക്സേ ഉള്ളൂ, കേരഫെഡാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതർ പ്രോസസ്സിങ്ങിൽ പിന്നെ ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മാത്രമാണുള്ളത് കേട്ടോ. അപ്പോൾ അത്രയാണ് ഈ ഒരു റൂൾ 15-ലെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. അല്ലാതെ ഡിസ്കസ് ചെയ്യാൻ ഒരുപാടുണ്ട്. അത് ഫുള്ള് ലെങ്തി ആയൊരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് ഒന്ന് കണ്ടുപഠിക്കുക കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഫോം നമ്പർ 6A കുറിച്ചിട്ടാണ്. ഫോം നമ്പർ 6A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഫോമുകൾ എന്തായാലും കടന്നു വരാറുണ്ട്, ഫോമുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട ഫോം ഏതാണ്? പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഗേഹാനുമായി ബന്ധപ്പെട്ടത് എന്താണെന്നാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഐഡൻറ്റിറ്റി കാർഡും ഏതാണ്? 6A ആണ് ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ 6A ആണല്ലോ ചോദിച്ചിരിക്കുന്നത് അല്ലേ? 6A ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് തന്നെയാണ്. നേരത്തെ തന്നെ നമ്മൾ ആൻസർ മാർക്ക് ചെയ്തില്ല എന്ന് തോന്നുന്നു. ടെക്സ്ഫെഡ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ആൻസർ മാർക്ക് ചെയ്യാതെയാണ് പോയത്. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് ആണ് ടെക്സ്ഫെഡ് ഉൾപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ അടുത്തത് വരുന്നത് ഫോം നമ്പർ 6A ആണ്. 6A നമ്മളിപ്പോൾ പറഞ്ഞു ഐഡൻറ്റിറ്റി കാർഡ് തന്നെയാണ് എന്ത് 6Aയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഐഡൻറ്റിറ്റി കാർഡ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും നമുക്ക് മറ്റുള്ള സംഭവം കൂടി ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ 6A എന്താണ്? ഐഡൻറ്റിറ്റി കാർഡാണ്. പിന്നെ അതുപോലെ തന്നെ 6B ഉണ്ട് കേട്ടോ. 6B ഉണ്ട്. 6A ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ടതാണ്. ഫോം 6A. ഫോം നമ്പർ 6A എന്താണ്? ഐഡൻറ്റിറ്റി കാർഡാണ്. ഫോം നമ്പർ 6B എന്താണ്? രജിസ്റ്റർ ഓഫ് ഐഡൻറ്റിറ്റി കാർഡാണ് കേട്ടോ. രജിസ്റ്റർ ഓഫ് ഐഡൻറ്റിറ്റി കാർഡാണ് ഫോം 6B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട്
ഏതാണെന്ന് നോക്കാം. അപ്പോൾ പിന്നെ ഫോം നമ്പർ 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 3A ആണ് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കേട്ടോ. ഫോം നമ്പർ 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഫോം നമ്പർ 3A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ടും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഏതാണ്? 3A ആണ്. അതൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ. പിന്നെ ഗേഹാനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഗേഹാനുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം ഗേഹാന് ആദ്യമായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ്റെ രജിസ്റ്റർ 8 ഫോം നമ്പർ 8 കൊടുക്കുക. ഗേഹാൻ ഒരു ഡിക്ലറേഷൻ രജിസ്റ്റർ കൊടുക്കുക. എന്തിലാണ്? 8 കേട്ടോ. ഫോം നമ്പർ 8 കൊടുക്കുക. ഫോം നമ്പർ 8A എന്തിനാണെന്ന് വെച്ചാൽ ഫോം ഫോർ ക്രിയേറ്റിംഗ് ഓഫ് ഗേഹാനാണ് കേട്ടോ. ഫോം ഫോർ ക്രിയേറ്റിംഗ് ഓഫ് ഗേഹാൻ ചോദിക്കുകയാണെങ്കിൽ 8A ആണ് കേട്ടോ. 8A. അപ്പം നിങ്ങളിത് 8മായി ബന്ധപ്പെട്ടിട്ട് ഉള്ള എന്തെങ്കിലും ആണെങ്കിൽ ഗേഹാനുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. കാരണം 8, 8A, 8B, 8C ഒക്കെ ഗേഹാനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഏതാണ് ചോദ്യത്തിൽ വരുന്നതെന്ന് നോക്കിയിട്ട് ഉത്തരം എഴുതുക. ഓക്കെ, 8 ഗേഹാൻ്റെ ഡിക്ലറേഷനാണ്, ഗേഹാൻ്റെ രജിസ്റ്ററാണ്, ഡിക്ലറേഷൻ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടതാണ് 8. 8A എന്താണ്? ഫോം ഫോർ ക്രിയേറ്റിംഗ് ഓഫ് ഗേഹാനാണ്. 8B വരുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഗേഹാനാണ്. ആദ്യം ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് 8B ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, പിന്നെ 8C ആണ് മൂവബിൾ പ്രോപ്പർട്ടി കേട്ടോ. അപ്പോൾ മൂവബിൾ പ്രോപ്പർട്ടിയുടെ 8Cയും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ 8Bയും ഗേഹാന്. 8A എങ്ങനെ? ഫോം ഫോർ ക്രിയേറ്റിംഗ് ഗേഹാന്. പിന്നെ 8 എന്താ പറയണത്? ഗേഹാൻ ഡിക്ലറേഷൻ രജിസ്റ്ററാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗേഹാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫോം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ അടുത്ത് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഫോമിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ ഒന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഫെബ്രുവരി 15 അല്ലേ? ഫെബ്രുവരി 15 ഇപ്പോൾ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ പഠനമൊക്കെ ഇത്തിരി കൂടി ഉഷാറാക്കുക. അപ്പോൾ നമ്മൾ 100 ഡേയ്സ് ചാലഞ്ച് എന്നാണ് ഇട്ടിരുന്നത്. അപ്പോൾ 100 ഡേയ്സ് ചാലഞ്ചിനൊന്നും നമുക്ക് സമയമില്ല തോന്നുന്നുണ്ട്. കാരണം 100 ദിവസത്തിന് മുമ്പേ മാർച്ച് ഒരു പകുതിക്കൊക്കെ എക്സാം വരുന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്. അതിപ്പോൾ ഫെബ്രുവരി പകുതിയിൽ എത്തി നിൽക്കണു. അപ്പോൾ നമുക്ക് എത്രത്തോളം ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ഫാസ്റ്റായിട്ട് കാണുക, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക, പഠനം ഇത്തിരിയും കൂടി മെച്ചപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഫോം നമ്പർ 6Aയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടിയുടെ അറ്റാച്ച്മെൻറ്റും സെയിലുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് റൂൾസാണ് കേട്ടോ. ഏത് റൂളിലാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് അറ്റാച്ച്മെൻറ്റ് സെയിലുമായിട്ട് ബന്ധപ്പെട്ട സെയിൽ ഓഫീസർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഏത് റൂളിലാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ നോക്കാം നമുക്ക്. റൂൾ 76 പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞിട്ടുള്ളത് റൂൾ 76, പിന്നെ റൂൾ 82 പറഞ്ഞിട്ടുണ്ട്, റൂൾ 83 പറഞ്ഞിട്ടുണ്ട്, നൺ ഓഫ് ദീസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായി 76, 82, 83 എല്ലാം എന്തുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്? ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് ഉള്ള തന്നെയാണ്, ഭാഗം തന്നെയാണ്. അതായത് എക്സിക്യൂഷൻ ഫോർ ഡിസിഷൻ അവാർഡ് ആൻഡ് ഓർഡേഴ്സ് എന്നാണ് ആ ഒരു ഭാഗത്തിൻ്റെ പേര് കേട്ടോ. എന്താ പേര്? എക്സിക്യൂഷൻ ഫോർ ഡിസിഷൻ അവാർഡ്സ് ആൻഡ് ഓർഡേഴ്സ് എന്നാണ് ആ ഭാഗത്തിൻ്റെ പേര്. റൂള് 71 തൊട്ടിട്ട് 94 വരെയും അത് തന്നെയാണ് പറയുന്നത്. അതായത് സെയിൽ ഓഫീസർ ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെയൊക്കെ അറ്റാച്ച്മെൻറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ സെയിൽ നടത്താം, അതിനെന്തൊക്കെ പ്രൊസീജിയേഴ്സാണുള്ളത്, സ്ഥാവര ജംഗമ വസ്തുക്കൾ ആദ്യം ഏത് എടുക്കണം, പിന്നെ ഏത് മൂവബിൾ പ്രോപ്പർട്ടി എടുക്കും, പിന്നെ അത് കഴിഞ്ഞ് തികഞ്ഞില്ലെങ്കിൽ മൂവബിളിലേക്ക് കടക്കും. അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. റൂളിലാണല്ലോ പ്രൊസീജിയേഴ്സ് കൂടുതലായിട്ട് വിശദീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂള് 71 മുതൽ 94 വരെ ഈ ഒരു എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. സെക്ഷൻ നോക്കുകയാണെങ്കിൽ 75 മുതൽ 79 വരെയാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ റൂളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് റൂൾ 76 കേട്ടോ. പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? റൂൾ 76. അപ്പോൾ അത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റായ റൂളുകൾ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗം പഠിച്ചു വെക്കുക. ഓക്കെ, റൂൾ 76 പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ക്ലാസ്സുകൾ നമ്മൾ വീണ്ടും കേൾക്കുക. ഇനിയിപ്പോൾ നോട്ട് എഴുതിയെടുക്കാൻ സമയമില്ലാത്ത വർക്കിംഗ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് സമയമല്ലേ ഉള്ളൂ, നമുക്ക് ഒരുപാട് സമയം നോട്ട് എഴുതി കളയാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം കേട്ട് പഠിക്കുക. കുറേയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കും. പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി സ്പെസിഫൈഡ് ഇൻ റൂൾ 76 പറയുന്നത് കേട്ടോ. അപ്പോൾ റൂൾ 76 മാത്രമല്ല, ഈ 82ഉം 83ഉം എന്താണെന്നും കൂടി ഒന്ന്
ജസ്റ്റ് നോക്കിയിട്ട് പോവാം കേട്ടോ. 82 എന്താണ്, 83 എന്താണ് നോക്കിയിട്ട് പോവാം. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല കേട്ടോ. 76ൻ്റെ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും 82നും 83നും തോന്നുന്നില്ല കേൾക്കുമ്പോൾ. റൂൾ 82 അപ്ലിക്കേഷൻ ടു സെറ്റ് അസൈഡ് സെയിൽ ഓൺ ഡെപ്പോസിറ്റ് ആണ്. പിന്നെ റൂൾ 83 എന്താണ്, അപ്ലിക്കേഷൻ ടു സെറ്റ് അസൈഡ് സെയിൽ ഓൺ ഗ്രൗണ്ട് ഓഫ് ഇറഗുലാരിറ്റി ഓർ ഫ്രോഡ്. ഓക്കെ, അപ്പോൾ അത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത്ര ഒരു പ്രധാനപ്പെട്ട റൂളൊന്നും അല്ല. റൂൾ 76 ഇത്തിരി പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ. സെക്ഷൻ 57B എന്താണ്? 57B എന്താണ്? ഓഫ് ദ KCS ആക്ട് 1969 ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ 57 വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് 57. അപ്പോൾ അതുകൊണ്ട് 57 നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. 57മായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ എന്താണ് 57B എന്ന് ആദ്യം നോക്കാം നമുക്ക്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമാണ് 57B എന്ന് പറഞ്ഞാൽ. 57B എന്താണ്? ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമാണ് കേട്ടോ. 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, അതായത് ഗവൺമെൻറ്റാണ് ഒരു സ്കീം ഇറക്കുക കേട്ടോ. ഗവൺമെൻറ് ഒരു സ്കീം ഇറക്കും. ആ സ്കീമിനനുസരിച്ചിട്ടാണ് ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതിനനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ ഒരു സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ടു ഗീവ് ഇൻഷുറൻസ് കവർ കൊടുക്കുക, അതായത് ഡെപ്പോസിറ്റേഴ്സിന്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 2013 അതിനൊരു അമെൻമെൻറ്റൊക്കെ വന്ന് റെഡിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങിയത്. അതിന് മുമ്പേ ഉണ്ട് കേട്ടോ. ഇൻഷുറൻസ് കവർ കൊടുക്കുകയാണ് ഡെപ്പോസിറ്റേഴ്സിന്. അതായത് വിശ്വാസ്യത വേണ്ടേ. 5 ലക്ഷം രൂപയാണ് ഇപ്പോൾ പറയുന്ന എമൗണ്ട്. 5 ലക്ഷമാണ് ഇപ്പോൾ പറയുന്ന എമൗണ്ട്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമുമായി ബന്ധപ്പെട്ട് 5 ലക്ഷം രൂപയാണ് ഇപ്പോൾ പറയുന്ന എമൗണ്ട്. സൊസൈറ്റീസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് എന്ത് ചെയ്യണം? ഈ ഒരു അതായത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന എല്ലാ സൊസൈറ്റികളും ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യണം. മാത്രമല്ല പ്രീമിയം അടയ്ക്കും വേണം കേട്ടോ. എല്ലാ വർഷവും ഇത്ര രൂപ വെച്ച് പ്രീമിയം അടയ്ക്കണം. അപ്പോൾ ഈ പ്രീമിയം അടച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? 6 മാസത്തിനുള്ളിൽ ശരിക്കും സൊസൈറ്റി പിന്നെ രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകം ചേരണം എന്ന്. ഇനിയിപ്പോൾ അഥവാ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ചീഫ് എക്സിക്യൂട്ടീവ് എഴുതി ബോധിപ്പിക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും 1 ഇയർ. പിന്നെ അത് ചെയ്തില്ല എന്ന് വിചാരിക്കുക, RCSന് അവരുടെ പിന്നെ അവരെ പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ജോയിൻ ചെയ്തില്ലെങ്കിൽ, സ്കീമിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിന്നും പ്രൊഹിബിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അവരെന്തിൻ്റെ ഭാഗമായിരിക്കണം? ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ ഭാഗമായിരിക്കണം. എന്നാലല്ലേ ഡെപ്പോസിറ്റേഴ്സിന് അവരുടെ അഷ്വറൻസ് കിട്ടുള്ളൂ എമൗണ്ടും വില. അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ അഥവാ ഇവരിത് കറക്റ്റായിട്ട് അടയ്ക്കണില്ല എന്ന് വിചാരിക്കുക, 5000 രൂപ പിഴയാണ് കേട്ടോ ചേർന്നില്ലെങ്കിൽ. ഇനിയിപ്പോൾ അവർ കൊടുക്കണില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ അവരുടെ ഫിനാൻസിങ് ബാങ്കില്ലേ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഈടാക്കും രജിസ്ട്രാർ കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരത് കറക്റ്റായിട്ട് അടയ്ക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ അവർക്ക് വീണ്ടും ഒരു പിഴ ഈടാക്കും. അതായത് ഓരോ തെറ്റിക്കുന്ന ഡേയ്സിനും 1000 രൂപ വെച്ച് ഫൈൻ ചുമത്തും കേട്ടോ. 1000 രൂപ വെച്ച് ഫൈൻ ചുമത്തും. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ചോദിക്കാറുണ്ട് കേട്ടോ. 6 മാസത്തിനുള്ളിൽ ചേരണമെന്നും 5 ലക്ഷമാണെന്നും പിന്നെ 5000 രൂപയാണ് പിഴ ചേർക്കാമെന്നും ആ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കുമെന്നും വയലേറ്റ് ചെയ്താൽ വീണ്ടും 1000 രൂപ ഫൈൻ ചുമത്തുമെന്നും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിൽ ഓർപ്പിച്ച് പഠിക്കുക കേട്ടോ. പിന്നെ 57C ഉണ്ട്, കൺസോർഷ്യൽ ലെൻഡിങ് സ്കീമാണ്. 57C ഇതിലിപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി കൺസോർഷ്യൽ ലെൻഡിങ് സ്കീമാണ്. അത് 57C ആണ് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ലോൺ കൊടുക്കാനാണ് ഈ കൺസോർഷ്യൽ ലെൻഡിങ് സ്കീമിലെ ഫണ്ട് ഉപയോഗിക്കുന്നത്. പിന്നെ 57D ഉണ്ട്, കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമാണ്. അതും 2013 വന്നത്. 57D കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമാണ്. അപ്പോൾ അതായത് ഒരു അസിസ്റ്റൻ്റാണ്, മെമ്പേഴ്സിന് കൊടുക്കുന്നൊരു അസിസ്റ്റൻ്റാണ് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയൊരു സിവിയർ ഡിസീസൊക്കെ അഫക്റ്റ് ചെയ്താലാണ്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം വരെ ഇളവ് ലഭിക്കും. അയാളുടെ ബാധ്യതയിലേക്കാണ് അടയ്ക്കുക കേട്ടോ, അല്ലാതെ കാശായിട്ട് കൊടുക്കുകയല്ല. കുടിശ്ശിക ഇല്ലാതെ ലോൺ അടച്ചു പോകുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ബാധ്യതയിലേക്ക് 2 ലക്ഷം രൂപ ഇളവ് വയ്ക്കും. പിന്നെ ഇപ്പോൾ വല്ല ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ പകുതി, അതായത് 1 lakh ധനസഹായം ലഭിക്കുക. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം നമ്മൾ പറഞ്ഞു, 57C കൺസോർഷ്യം ലെൻഡിങ് സ്കീം നമ്മൾ പറഞ്ഞു, 57D കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമും നമ്മൾ സംസാരിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ എന്തുണ്ട്? 57 ഉണ്ട്. 57 ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ടാണ്. 57 ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ടാണ്. 57A കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടാണ്. ഇവിടെ ഓപ്ഷൻ C ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടാണ് എന്ത്? 57
എ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. അമെൻമെൻറ്റ് വന്ന കാരണമാണ് നമ്മൾ പറയണത്. അപ്പോൾ അമെൻമെൻറ്റ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അമെൻമെൻറ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഈ 57 വന്നൊരു അമെൻമെൻറ്റ് എന്താ വെച്ചാൽ 57 പ്രധാനമായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പറഞ്ഞിട്ടൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡി വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ ഇ കൂടി കൂട്ടിച്ചേർത്തു കേട്ടോ. 57 ഈ എന്താണ്, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. അതായത് സിക്ക് യൂണിറ്റുകളുണ്ടല്ലോ, ഒരുപാട് സിക്ക് യൂണിറ്റുകൾ ഉണ്ടാവും റിവൈവിങ്, അവരെ ഒന്ന് പിന്നെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഫണ്ട് മാറ്റി വയ്ക്കുക. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്, റിവൈവൽ സ്കീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ നോട്ട് മോർ ദാൻ 50% ഓഫ് ദ റിസർവ് ഫണ്ട് റിഫേർഡ് ടു, ഈ ഒരു 56 പറഞ്ഞിട്ടുള്ളത് പ്രകാരം മാറ്റി വെക്കണം. നോട്ട് മോർ ദാൻ 50% ഓഫ് ദ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ നോട്ട് മോർ ദാൻ 50% സെറ്റ് അപ്പാർട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫ്രം ദെയർ നെറ്റ് പ്രോഫിറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് എന്നും പറയുന്നുണ്ട്. അതായത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് അവരുടെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ 50%, നോട്ട് മോർ ദാൻ 15% ഈ ഒരു റിവൈവൽ ഫണ്ട് സ്കീമിലേക്ക് മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട്. സച്ച് ഫണ്ട് ദാറ്റ് മേ ബി ഗ്രാൻറ്റഡ് ബൈ ഗവൺമെൻറ് ഫ്രം ടൈം ടു ടൈം എനി അതർ എമൗണ്ട് വിച്ച് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ സ്കീം മേ ബി ക്രെഡിറ്റഡ് ടു ദ ഫണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫാക്റ്റാണ് നമ്മുടെ അമെൻമെൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അമെൻമെൻറ്റിൽ കൊടുത്തിട്ടുള്ളത് കാരണം നമ്മളിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതെങ്കിലും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 57 ഈ കൂട്ടി ചേർത്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പറഞ്ഞതെങ്കിലും ഓർത്ത് വയ്ക്കുക. പിന്നെ പറഞ്ഞ ആ 2 പോയിൻറ്റുകളും ഓർക്കാൻ പറ്റിച്ചാൽ ഓർക്കാൻ പറ്റിച്ചാൽ നല്ലതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണം. അതായത് നോട്ട് മോർ ദാൻ 50% ഓഫ് ദ റിസർവ് ഫണ്ട് റിഫേർഡ് ടു ക്ലോസ് എ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 56 എന്നും പറയുന്നുണ്ട്. പിന്നെ നോട്ട് മോർ ദാൻ 50% ഓഫ് ദ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് സെറ്റ് അപ്പാർട്ട് ബൈ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫ്രം ദെയർ നെറ്റ് പ്രോഫിറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിലേക്ക് ടൈം ടു ടൈം അടയ്ക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 57 ബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പതുക്കെ അടുത്ത ചോദ്യത്തേക്ക് പോവാം. ഇവിടെ റൂൾ 81 ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ ഭാഗം. റൂൾ 81 ഓഫ് ദ KCS റൂൾസ് 1969 ഡീൽസ് വിത്ത്. ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് പ്രൊസീജിയർ ഫോർ എക്സിക്യൂഷൻ ഓഫ് അവാർഡ്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഭാഗമാണ് കേട്ടോ. നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഭാഗം. അപ്പോൾ നമ്മൾ അത്ര നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. നമുക്കറിയില്ല ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെയോ വരുന്നതല്ലേ. ചില ചോദ്യങ്ങളൊന്നും നമ്മൾ പ്രാധാന്യം ഇല്ല എന്ന് വിചാരിക്കും, പക്ഷേ അതിനൊക്കെ പ്രാധാന്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രൊസീജിയർ ഫോർ എക്സിക്യൂഷൻ ഓഫ് അവാർഡ്, അത് റൂൾ 74 കേട്ടോ. റൂൾ 74 പ്രൊസീജിയർ ഫോർ എക്സിക്യൂഷൻ ഓഫ് അവാർഡ് ഡിസിഷൻ ഓർ ഓർഡർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് റൂൾ 74. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? റൂൾ 74 അല്ലല്ലോ ചോദ്യം, റൂൾ 81 അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതല്ല. പിന്നെ പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, അത് ഏതാണ്? അതിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നേരത്തെ ചോദിച്ചു. റൂൾ 76 നേരത്തെ ചോദിച്ചു അല്ലേ. റൂൾ 76 പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്, അത് റൂൾ 76. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഉത്തരം, അതായത് പ്രൊസീജിയർ ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതാണ് ഇപ്പോൾ 81 കേട്ടോ. 81ൻ്റെ ഉത്തരം അതാണ്. പ്രൊസീജിയർ ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് 81. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. എൻ്റെ ഹെഡ്ലൈനാണ് കൂടുതൽ ചോദിക്കുന്നത്. ഏതാ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ റൂൾ 81 എന്താണ്, റൂൾ 76 എന്താണ്, റൂൾ 74, 3 എണ്ണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ പ്രൊസീജിയർ ഫോർ എക്സിക്യൂഷൻ ഓഫ് അവാർഡ് പറയുന്നത് റൂൾ 74. പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി പറയുന്നത് റൂൾ 76. പ്രൊസീജിയർ ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പറയുന്നത് ഏതാണ്? 81. അതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പതുക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആൻ അപ്പീൽ അണ്ടർ റൂൾ 198. റൂൾ 198 ഈസ് ടു ബി ഫയൽഡ് വിത്തിൻ 201 റൂളാണല്ലോ ഉള്ളത്. അപ്പോൾ റൂൾ 198 ഏത് ഭാഗമാണെന്ന് അറിയാം? നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഭാഗമാണ് റൂൾ 198 വരുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പീൽ എന്ന് കേൾക്കുമ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മറ്റേ അത് രജിസ്ട്രാറുടെയൊക്കെ ഒരു അപ്പീൽ ഇല്ലേ, അതുമായി കണക്ട് ചെയ്യരുത്. ഇത് വേറെ അപ്പീലാണ് കേട്ടോ. അതായത് അപ്പോൾ ആദ്യം ഈ റൂൾ 198 എന്താണെന്ന് അറിയണ്ടേ? എന്താണ് റൂൾ 198? ഡിസിപ്ലിനറി ആക്ഷനാണ് കേട്ടോ. 198 എന്താണ്? ഡിസിപ്ലിനറി ആക്ഷനാണ്. അപ്പോൾ ഈ ഡിസിപ്ലിനറി ആക്ഷന്
അപ്പീൽ കൊടുക്കുന്നത് എത്ര ദിവസത്തിനുള്ളതാണെന്ന് പറയുന്നത് 3 മാസത്തിനകമാണ്. അത് നിങ്ങളങ്ങ് പഠിച്ചു വയ്ക്കുക. 3 മാസത്തിനകമാണ് ഡിസിപ്ലിനറി ആക്ഷന് എന്ത് കൊടുക്കുന്നത്, അപ്പീൽ കൊടുക്കുന്നതെന്ന് നിങ്ങൾ ഓർത്ത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ഒരുപാട് നമുക്ക് വിശദമായിട്ട് പറയാനില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ ചോദ്യത്തിൽ അത്രയും നമുക്ക് പറയാനുള്ളൂ. ആൻ അപ്പീൽ അണ്ടർ റൂൾ 198 ഈസ് ടു ബി ഫയൽഡ് വിത്തിൻ 3 months. അപ്പോൾ ഈ 198 റൂൾ 198 എന്താണ്? ഡിസിപ്ലിനറി ആക്ഷനുമായി ബന്ധപ്പെട്ടതാണ് 198 എന്ന് ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത് പറയുന്നത് മോഡൽ ബൈലോസ് ആണ്. മോഡൽ ബൈലോസ് ആരാണ് ഫ്രെയിം ചെയ്യുന്നത്? മോഡൽ ബൈലോസ് ആരാ ഫ്രെയിം ചെയ്യുന്നത് എന്ന് ഓപ്ഷൻസ് നോക്കാം. ചീഫ് പ്രൊമോട്ടർ ആണോ, ഗവൺമെൻറ് ആണോ, രജിസ്ട്രാർ ആണോ, നൺ ഓഫ് ദിസ് ആണോ? ആരാണ് മോഡൽ ബൈലോസ്? ഏതാ വരുന്നത്? റൂൾ 6 ആണ് കേട്ടോ. മോഡൽ ബൈലോസ് റൂൾ 6 ആണ്. ആരാണ് ഫ്രെയിം ചെയ്യുന്നത്? രജിസ്ട്രാറാണ് ഫ്രം ടൈം ടു ടൈം ഫ്രെയിം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂളും കൂടി ഒന്ന് ഓർത്തിരിക്കണം. റൂൾ 6 ആണെന്നൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജിങ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഓക്കെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജിങ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചിട്ടാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ എത്ര മെമ്പേഴ്സാണുള്ളത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ മാനേജിങ് കമ്മിറ്റിയിൽ എത്ര പേരാ? 23 മെമ്പേഴ്സാണുള്ളത് കേട്ടോ. എത്ര പേരാണുള്ളത്? 23 മെമ്പേഴ്സാണുള്ളത്. ഓക്കെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് 23 മെമ്പേഴ്സാണ്. പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ 1970 കേട്ടോ. 1970 ഫോം ചെയ്യുന്നത്. നവംബർ 21 1970 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഫോം ചെയ്യുന്നത്. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അല്ലേ. 21 പിന്നെ നവംബർ 1970 ഫോം ചെയ്യുന്നത്. സെക്ഷൻ 89 ഓർത്ത് വയ്ക്കണം. സെക്ഷൻ 89 KCS ആക്ട് ഡീൽസ് വിത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രത്താണ്. ബിൽഡിംഗ് എന്താ പറയുക? സമസ്ത സഹകരണ ഭവൻ എന്നറിയപ്പെടുന്നു. ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള എന്നറിയപ്പെടുന്നു. എന്താ അറിയപ്പെടുന്നത്? ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള എന്നറിയപ്പെടുന്നുണ്ട്. മാനേജിങ് കമ്മിറ്റിയിൽ എത്ര ആൾക്കാരാണ്? 23 ആൾക്കാരാണ്. അപ്പോൾ അവിടെ കോറം ചോദിക്കാറുണ്ട് കേട്ടോ. ആ കോറം 12 ആണ്. പകുതി എന്നാണ് പറയുക. മോർ ദാൻ, അതായത് ജസ്റ്റ് അബവ് 50% എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ 23, അതിൽ 12 ആണ് ചോദിക്കാറ്. 12 ആണ് കോറം പറയണത് കേട്ടോ. മന്ത്ലി പബ്ലിക്കേഷൻ സഹകരണ ജേണൽ വർഷം ഓർത്തിരിക്കണം. 1952 മുതലാണ് കേട്ടോ മന്ത്ലി പബ്ലിക്കേഷൻ. SCയുടെ ഏതാണ്? സഹകരണ ജേണൽ 1952. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കസ്റ്റോഡിയൻ ആരാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെന്ന്. ഓക്കെ, പിന്നെ സെക്രട്ടറി ആരാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അഡീഷണൽ രജിസ്ട്രാർ ആണ് കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത് അഡീഷണൽ രജിസ്ട്രാർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. 15 days നോട്ടീസ് കുറഞ്ഞത് ഷുഡ് ബി ഗിവൺ ടു കൺവീൻ ജനറൽ ബോഡി. മീറ്റിംഗ് കൂടുമ്പോൾ 15 days ക്ലിയർ നോട്ടീസ് കൊടുക്കണം എന്ന് ആലോചിക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനായിട്ട് പറയാനുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മാനേജിങ് കമ്മിറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മാനേജിങ് കമ്മിറ്റിയും പറയണം. CCUവിലെ മാനേജിങ് കമ്മിറ്റിയുടെ എണ്ണം കൂടി ഒന്ന് പറയാം. 13 കേട്ടോ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ മാനേജിങ് കമ്മിറ്റിയുടെ എണ്ണം 13. പിന്നെ അവിടുത്തെ കോറം 8 കേട്ടോ. അവിടുത്തെ കോറം 8. ഇവിടുത്തെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ കേട്ടോ കോറം 8. അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഉത്തരം 23 നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് പോകാം. ഓക്കെ, അപ്പോഴത്തെ ചോദ്യം നോക്കാം. റൂൾ 176 ഓഫ് KCS റൂൾസ് 1969 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൂൾ 176 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രജിസ്ട്രാറുടെ റിസൈനിങ് റെസല്യൂഷൻ പവറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രജിസ്ട്രാറുടെ പവർ ടു റിസൈൻഡ് റെസല്യൂഷനാണ് എന്ത്? റൂൾ 176 കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുവിധം ഈ ക്വസ്റ്റ്യൻസ് അവസാനിപ്പിച്ചു. ഓക്കെ, 20 എണ്ണമാണ്. ഇപ്പോൾ നമ്മുടെ 20 ക്വസ്റ്റ്യൻസാണ് ലോയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലോയുമായി ബന്ധപ്പെട്ടുള്ള തീർത്തു. റൂൾ 176 KCS റൂൾസ് 1969 ഡീൽസ് വിത്ത് രജിസ്ട്രാർസ് പവർ ടു റിസൈൻഡ് റെസല്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. കൂടുതലാവുമ്പോൾ നിങ്ങൾക്ക് ബോറാവുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാല്യുബിൾ കമൻസൊക്കെ ജസ്റ്റ് ഒന്ന് ഇടുക. അപ്പോൾ നിങ്ങൾ ചുമ്മാ പിന്നെ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെറുതെ കണ്ടിട്ട് പോകാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള അടുത്ത സീരീസിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.